മമ്മു വ്ലോഗ് 25ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കൊക്കെ അറിയാം അല്ലേ? നമ്മള് നനച്ചുളി എന്ന് പറഞ്ഞിട്ട് നോമ്പിന് മുൻപുള്ള കഴുകലും ക്ലീൻ ചെയ്യലൊക്കെയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കണ്ടവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം പാർട്ട് മൂന്നാം പാർട്ടൊക്കെ ഉണ്ട്, അപ്പൊ എല്ലാവരും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ. അപ്പൊ നമ്മുടെ രണ്ടാം പാർട്ടാണ് കേട്ടോ. രണ്ടാം പാർട്ടില് നമ്മൾ തുടക്കം മുതലുള്ള ജോലികളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ വീടിന്റെ മൊത്തം വലയടിക്കുന്ന ജോലിയാണ് ചെയ്തത്. ഉള്ളും പുറമൊക്കെ മുകളിലും താഴെയൊക്കെ എല്ലാ റൂമുകളിലും വലയൊക്കെ അടിച്ചു മാറ്റിയതിന് ശേഷം പിന്നെ ജനലുകളും വാതിലുകളും ഒക്കെ നമ്മൾ തുടച്ചെടുക്കുക. ആദ്യമൊക്കെ മുന്നേയൊക്കെ നമ്മൾ കഴുകിയെടുക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ലോണം ഉരച്ച് കഴുകുക. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം നമ്മളിപ്പോൾ സോപ്പും വെള്ളത്തിൽ എല്ലായിടത്തും മുക്കി നനച്ച് തുടയ്ക്കുക മാത്രമേ ചെയ്തത് കേട്ടോ. പക്ഷെ അന്നത്തെ അതൊന്നും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് വീഡിയോ എടുത്ത് തരാനൊന്നും ആ കൂടെ ആളുണ്ടായിരുന്നു, നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ഉൾപ്പെടുത്തിയില്ല. പിന്നെ അടുക്കളയുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയയുടെ ഉള്ളിലുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് വെള്ളം വരുന്ന സമയത്താണ് നമ്മൾ വർക്ക് ഏരിയയുടെ ജോലി ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ വർക്ക് ഏരിയയിൽ നമ്മൾ സാധാ അടുപ്പാണ് നമുക്കുള്ളത്. അപ്പം അതിൽ പുക പിന്നെ വീട്ടിന് ചുമരിലൊക്കെ നല്ലോണം പിടിക്കും. ചിമ്മിനിയുള്ളത് അകത്തുള്ള അടുക്കളയിലാണ് ചിമ്മിനിയൊക്കെ ഉള്ളത്. പുറത്തുള്ളത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുള്ള അടുക്കളയാണ്. അപ്പോൾ അത് സാധാ അടുപ്പാണ്. ഇപ്പോൾ സാധാ അടുപ്പിൽ നിന്നുള്ള പുക നല്ല ചുമരിൽ. അപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ക്ലീൻ ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പെയിൻറ്റ് പണിയൊന്നും നോമ്പായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ചുമരുകളിലൊക്കെ കുറച്ചൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നോമ്പിന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തും ബാക്കിയുള്ള റൂമുകളിലും ഹാള് സിറ്റൗട്ടൊക്കെ പെട്ടെന്ന് ജോലി തീരും. അടുക്കളയിൽ 2, 3, 4 ദിവസം നമുക്ക് ജോലി ഉണ്ടാവും. കാരണം ഈ പാത്രങ്ങൾ എടുക്കുക, വെളിയിൽ വെക്കുക, അത് കഴുകുക, പിന്നെ അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക, പിന്നെ പിന്നെ വീണ്ടും കഴുകി കയറ്റി, അങ്ങനെ നമുക്ക് ഈ അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. അതിൻ്റെയൊക്കെ ജോലി ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം വലിയ അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങൾ വർക്ക് ഏരിയയിലേക്ക് വെച്ച് അടുക്കള ക്ലീൻ ചെയ്ത്, പിന്നെ അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിൽ നിന്ന് ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അകത്തേക്ക് തന്നെ കയറ്റി വെച്ചു. അതിനുശേഷമാണ് പിന്നെ വർക്ക് ഏരിയയിൽ നമ്മൾ പിന്നെ ഉള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വർക്ക് ഏരിയയിലാണ് നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഉള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ക്ലീൻ ചെയ്യലാണ്. ഫ്രിഡ്ജൊക്കെ നമ്മൾ ഏകദേശം ഒരു മാസത്തിൽ ഒരു തവണയൊക്കെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം നോമ്പിൻ്റെ പരിപാടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 1.5 മാസമൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാതെ കിടക്കുന്നതുകൊണ്ടാണ് ഭയങ്കര അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളം വരുന്ന സമയത്ത് പൈപ്പ് പിടിച്ചിട്ട് തന്നെയാണ് ഒക്കെ കഴുകി ക്ലീൻ ചെയ്തത് കേട്ടോ. ഈ ജോലികൾ തുടങ്ങിയ അപ്പം ഞങ്ങൾ പറയും ഉമ്മാനോട്, ആരാണ് ഉമ്മ ഈ ജോലിയൊക്കെ ആദ്യം കണ്ടുപിടിച്ചത്? ഈ നോമ്പിന് ഇത്രയും കൂടുതൽ എല്ലാ ക്ലീൻ ചെയ്യുന്ന പണി. അപ്പം ഉമ്മ പറയും, ഇത് നിങ്ങളായിട്ടൊന്നുമല്ല, ഇത് പണ്ടേ തന്നെ ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണെന്ന് പറയും. അപ്പം അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് ചെയ്യാൻ കേട്ടോ. നോമ്പ് വരുമ്പോഴത്തേന് തന്നെ മൊത്തം ക്ലീൻ ചെയ്യുന്ന പരിപാടി. പിന്നെ കുട്ടികളും ഉണ്ടാവും കൂട്ടത്തിൽ, വലിയവരെല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഇത് ചെയ്ത് നമുക്ക് അത് ഫിനിഷായി കാണാനും ഭയങ്കര ഭയങ്കര സന്തോഷമാണല്ലോ. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ മുറ്റത്ത് മൺപണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നോമ്പിൻ്റെയൊക്കെ സമയത്ത്. നോമ്പ് വരുന്നതിൻ്റെ മുന്നേ മണ്ണ് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഉണ്ടാവുമല്ലോ മണ്ണൊക്കെ, അതൊക്കെ കുഴച്ച് ഇപ്പോഴൊക്കെ സിമെൻറ്റിൻ്റെയൊക്കെ തിണ്ണ പിടിച്ചിട്ടുണ്ടല്ലോ. അന്ന് സിമെൻറ്റ് അത് മണ്ണുകൊണ്ട് തന്നെ ഉമ്മയൊക്കെ അത് തിണ്ണയൊക്കെ പിടിച്ച് അങ്ങനത്തെയൊക്കെ വലിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനത്തെ ജോലികളൊന്നും ഇല്ലെങ്കിലും ഇത് ചെറുതായിട്ടുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ. മമ്മു വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണേ. പിന്നെ അങ്ങനത്തെ ജോലികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുമരിലൊക്കെ ഉള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഉരച്ച് കഴുകി വെള്ളം വർക്ക് ഏരിയ ഏകദേശമൊക്കെ നമ്മൾ ചുമരൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർക്ക് ഏരിയയുടെ ജോലിയും കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് തുണികളൊക്കെ കഴുകാൻ പോണ ഒരു പരിപാടി ഉണ്ട്. വീട്ടിൽ നിന്നല്ല കഴുകാറ്, നമ്മൾ കുളത്തിൽ കൊണ്ടുപോയിട്ടാണ് തുണികളും പിന്നെ ബെഡ്ഷീറ്റ് പുതപ്പ് എല്ലാം കൊണ്ടുപോയി എല്ലാവരും കൂടെ പോവും. വീട്ടിലെല്ലാവരും കൂടെയാണ് പോവുക. അധികം കാലത്ത് 6 മണിക്കാണ് പോവുക. 6 മണിക്ക് പോയി കഴിഞ്ഞാൽ വെയിലുണ്ടാവില്ല. വെയിലും കൊള്ളാതെ നമുക്കൊരു 8, 9 മണിയാകുമ്പോഴത്തേനും നമ്മളതൊക്കെ കഴുകി കയറി വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്ര സമയത്ത് പോകും. ഇപ്രാവശ്യം ഇനി എങ്ങനെ പ്ലാൻ എന്നറിയില്ല. കുറേ ആൾക്കാർക്കൊക്കെ അസുഖങ്ങളും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട്
പോവാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അടുത്ത വീഡിയോ നമ്മൾ അങ്ങനെ ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ മമ്മു ഇതാ ഇവിടെ പൈപ്പിൽ വെള്ളം ഇങ്ങനെ നമ്മൾ കഴുകുന്ന വെള്ളത്തിൽ ഇതാ അവൻ താഴെ ഇറക്കിയിട്ടില്ല കേട്ടോ. ആ വെള്ളത്തിൽ കസേരയിൽ ഇരുന്ന് താഴേക്കുള്ള വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായാലും കളിക്കണ കാണാൻ വേണ്ടിട്ട് കുറച്ചു നേരം വെള്ളം പിടിച്ചു കൊടുത്തത്. ഭയങ്കര സന്തോഷമാണ് അവന് താഴേക്ക് ഇറങ്ങാനൊക്കെ. അങ്ങനെ ദാ വെള്ളത്തിലൊക്കെ കളിച്ച് പൈപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കുന്നുണ്ട്. കുറേ പ്രാവശ്യം പറഞ്ഞു താറോട്ടിറക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അവന് നടക്കാൻ കഴിയാത്തോണ്ട് അവൻ ആ വെള്ളത്തിൽ കൂടെ ഇരുന്നിട്ട് അങ്ങനെ മുട്ടിൽ കഴിഞ്ഞിട്ടൊക്കെ കാലിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെ കസേരയിൽ തന്നെ ഇരുത്തിയിട്ടാണ് നമ്മൾ അവിടെയുള്ള ജോലികളൊക്കെ ചെയ്തത്. കുറേ സമയം പുറത്ത് താഴത്ത് നാത്തൂൻ്റെ കയ്യിലിരുന്നു ട്ടോ. പിന്നെ കഴിഞ്ഞപ്പോൾ അവൻ കുറേ ചോദിച്ച് പിന്നെ എവിടെ ഉമ്മ എന്ന് ചോദിച്ച് കരയിൽ തുടങ്ങിയപ്പോഴാണ് അവിടെ കൊണ്ടുപോയത്. പിന്നെ അങ്ങനെ കണ്ടപ്പോൾ അവന് വിഷമം മാറി. ഇത് നമ്മൾ അടുക്കള വർക്ക് ഏരിയയുടെ പിന്നെ ടൈലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്യാണ്. ഗ്യാസ് സ്റ്റവ് മാത്രമാണ് നമ്മൾ എടുത്തു വെച്ചില്ല കേട്ടോ. ബാക്കി എല്ലാം അവിടുന്ന് മാറ്റി. പിന്നെ സാധാ അടുപ്പിലൊക്കെ നിറഞ്ഞ് വെള്ളം നിൽക്കുകയാണ്. ഇനി നാളെ തീ കത്തിക്കണ സമയത്തായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമുക്ക് സൗകര്യം ഇവിടെയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്ത് വർക്ക് ഏരിയയിൽ തന്നെ തീ കത്തിക്കുന്നത്. അകത്തുള്ള അടുക്കളയിലാണെങ്കിൽ ചിമ്മിനിക്കൂട് വഴി അങ്ങനെ പുക പുറത്തേക്ക് പോകും. ഇത് ഈ പുക മൊത്തം വീട്ടിൻ്റെ വർക്ക് ഏരിയയുടെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കൊണ്ടേ ഒരു നല്ല കരി ഉണ്ടായിരുന്നു. അടുപ്പിലൊക്കെ നിറഞ്ഞ് വെള്ളം നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൈപ്പിൽ വെള്ളം വരുന്ന സമയത്താട്ടോ നമ്മൾ ഈ ജോലികളൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മൾ നിങ്ങളുടെയൊക്കെ ജോലികളൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെയാണ്? ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡ്യൂട്ടിയാണ് നമ്മുടെ വീട്ടിലെ കസേര, സ്റ്റൂള് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ പുറത്തിട്ടിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പാത്രങ്ങൾ, റാക്കിൻ്റെ മുകളിലുള്ള പാത്രങ്ങൾ മൊത്തം എടുത്ത് പുറത്തിട്ടിട്ട് അവിടെ നമ്മളതൊക്കെ പിന്നെ കഴുകി ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് തന്നെ കയറ്റി വെക്കും കേട്ടോ. അത് ഞാൻ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഏകദേശം നമ്മുടെ കഴുകലും പിന്നെ ചുമരിലൊക്കെ ഉള്ള ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കി ഈ തറ ഭാഗം തുടച്ചു തുടങ്ങിയിട്ട് വെള്ളമൊക്കെ നമ്മൾ വൈപ്പർ കൊണ്ട് അടിച്ച് വെളിയിൽ കളഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ തറ തുടച്ച് നമുക്ക് ഏകദേശം നമ്മുടെ ജോലി ഫിനിഷായി. ഇനി അടുത്തത് നമുക്ക് പുറത്ത് നമ്മൾ കുറച്ച് കസേരകളൊക്കെ വീട്ടിൻ്റെ അകത്തുള്ള ഫുള്ള് എല്ലാം കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പാത്രങ്ങളുണ്ട്, പിന്നെ ഇതേപോലെ കസേരകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ജോലിയാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഏകദേശമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫിനിഷായി കൊണ്ടിരിക്കുന്നു. ഇതും കൂടെ കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ നോമ്പിൻ്റെ പരിപാടികൾ, പിന്നെ തുണി അലക്കാൻ പോകണ ഒറ്റ ജോലികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ ജോലികളൊക്കെ തീർന്നോ? നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറൊക്കെ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ നോമ്പിനെ വരവേൽക്കാനുള്ള ജോലികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായി റമദാൻ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.